ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാർഗവി മുരളിയോട് ചോദിക്കുന്നുണ്ട്, അതായത് നന്ദനെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ തന്നെ മുരളിക്കാന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരികയാണ്. നമ്മളെ ഒന്നും ആരും മനഃപൂർവ്വം എല്ലാ കാര്യങ്ങളും അറിയിക്കാത്തതാണ്. ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു നാടകം തന്നെയാണ് നന്ദന്റെ ഈ തിരോധാനത്തിന് പിന്നാലെ. ദേവികയെന്നുണ്ടെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തക്കതായ മറുപടിയും പറയണില്ല. ഗിരീഷ് ഏട്ടനും ദേവികയും അതേപോലെ തന്നെ ചന്ദ്രോത്ത് വീട്ടുകാരും ചേർന്നുള്ള ഒരു നാടകം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. നന്ദൻ ഒരു കൊലപാതകം ചെയ്തു എന്നും അതിനെല്ലാം തന്നെ ഇസബെല്ലയും കെവിനുമാണ് കൂട്ടുനിന്നത് എന്നുള്ള എല്ലാ കാര്യവും അവരെല്ലാവരും തന്നെ നമ്മളെ ഇപ്പോഴല്ലേ അറിയിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നന്ദന്റെ തിരോധാനത്തിനുള്ള പിന്നിലുള്ള കാരണവും അവർ നമ്മളെ വേണം വെച്ച് അറിയിക്കാത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭാർഗവി പറയുന്നുണ്ട്, ചന്ദ്രോത്ത് വീട്ടുകാര് നമ്മളോട് ഒരിക്കലും ഒന്നും മറച്ചു വെക്കില്ല. പിന്നെ കാര്യങ്ങളൊക്കെ പറയാതെ ഇരുന്നത് പ്രഭാവതി കുഞ്ഞിന്റെ അന്നത്തെ സാഹചര്യം കാരണം മാത്രമാണ് എന്നെല്ലാം പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മുരളിക്ക് ഗിരീഷിനോടും ദേവികയോടും നല്ല ദേഷ്യം തന്നെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മുരളിയാന്നുണ്ടെങ്കിൽ ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. അതായത് നിങ്ങളെല്ലാവരും ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അവന്റെ ഉറ്റ സുഹൃത്താണ് ഞാൻ, എന്നിട്ട് പോലും അവന്റെ ഒരു കാര്യം ഞങ്ങളോട് വിട്ടു പറയുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടെ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഗിരീഷിനെന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ കിട്ടാത്ത ഒരവസ്ഥയിലായി നിൽക്കുകയാണ്. ഇതുവരെ ഒരു കാര്യം ദേവിക എന്നോട് മറച്ചു വെച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് പ്രഭാവതി ആൻറ്റി എൻ്റെ അമ്മയോടും ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. നിങ്ങളൊക്കെ ചേർന്നിട്ട് എന്തിനാണ് ഇത്രയും വലിയൊരു നാടകം കളിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഗിരീഷ് പറയുന്നുണ്ട്, മുരളിക്ക് എന്തൊക്കെയാണ് അറിയുക, അത് മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം ഐസക്കാന്നുണ്ടെങ്കിൽ ഇസബെല്ലിനെയും കെവിനെയും വിളിച്ചിട്ട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാണ്. ഇത് നീ വിചാരിക്കണ പോലത്തെ ഒരു കേസല്ല, നമ്മൾ തന്നെയാണ് ഇതിൽ ലാസ്റ്റ് കുടുങ്ങാൻ പോവുക. പന്ത് നമ്മുടെ കോർട്ടിലല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം, ഇനിയും ഇതിന് പിന്നാലെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇസബെല്ല പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇതിനെ പേടിച്ച് പിന്മാറാനായിട്ട് തീരുമാനിക്കണില്ല. എനിക്ക് എന്തായാലും ഇതിനൊരു അവസാനം കാണണം എന്നെല്ലാം പറയാണ്. ഐസക്ക് പറയുന്നുണ്ട്, നമ്മളറിയാതെ മൂന്നാമതൊരാള് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും കാര്യത്തിന്റെ ഗൗരവം നീ മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴും ഐസക്കിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇസബെല്ലയെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ എതിർക്കുകയാണ്. എനിക്ക് എൻ്റെ നന്ദനെ വേണം, ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആരാന്നുണ്ടെങ്കിലും ഞാൻ അയാളെ വെറുതെ വിടില്ല എന്നൊരു കാര്യം ഉറപ്പിച്ചെന്നെ പറയുന്നുണ്ട്. ഇസബെല്ല പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ആ ഋഷി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നെല്ലാം നന്ദനെ മറയ്ക്കാനായിട്ട് ആ പ്രഭാവതി ആൻറ്റി തന്നെയായിരിക്കും ഇതിനെല്ലാം തന്നെ കൂട്ടു നിൽക്കണേ എന്ന് പറയുമ്പോൾ തന്നെ ഐസക്ക് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും പ്രഭാവതി ഇതിന് കൂട്ടു നിൽക്കണ്ടെന്ന് തോന്നണില്ല. ഞാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയതാണ്. അന്ന് അവിടെ എല്ലാവരും തന്നെ നല്ല വിഷമത്തിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവരെ ചതിക്കുകയെന്ന് എന്ന് പോലും അവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവരെന്തായാലും ഇതിന്റെ പിന്നിലില്ല എന്നൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ദേവിക എന്നുണ്ടെങ്കിൽ നന്ദനെ കാണാനില്ല എന്നറിഞ്ഞിട്ട് പോലും ഒരു വിഷമവും ഇല്ലാതെ ഡൈനിങ് ടേബിളൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ശാരികയും രാധികയും എല്ലാവരും തന്നെ വരുന്നുണ്ട്. ദേവികയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് അവർക്കാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല. നിന്റെ ഉദ്ദേശം എന്താണ്? നിനക്ക് നന്ദനെ കാണാത്തതിൽ ഒരു വിഷമവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ദേവിക പറയുന്നുണ്ട്, എനിക്ക് എല്ലാം വിഷമമുണ്ടമ്മേ, പക്ഷെ പോലീസുകാർക്ക് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരെന്തായാലും അതിന്റെ കാര്യം നേരാമാർഗം തന്നെ നോക്കിക്കോളും എന്നെല്ലാം പറയാണ്. നന്ദന്റെ ഈ ഒരവസ്ഥയിൽ ദേവിക കൂട്ടുനിൽക്കണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടുന്ന് പിണങ്ങി വന്നത് ശരിയായില്ല. ഏതായാലും ദേവിക അവളുടെ സങ്കടം കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ദേവികയുടെ ഈ കാണിക്കലൊക്കെ കാണുമ്പോൾ തന്നെ എന്താ അവൾക്ക് പറ്റിയത് എന്നൊരു കാര്യം എല്ലാവരും ചർച്ച ചെയ്യാണ്. പക്ഷെ ഇതോടുകൂടിയിട്ട് രാധയ്ക്ക് ദേവികയുടെ മേലെയുള്ള സംശയമൊക്കെ കൂടുകയാണ്. നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം ഇവൾക്ക് അറിയോ, അതുകൊണ്ടായിരിക്കോ ഇവൾ ഇത്രയും കൂളായി നിൽക്കണത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ശാരിക പറയുന്നുണ്ട്, അമ്മ ഈ എന്തൊക്കെയാണ് ഈ പറയണത്? ചേച്ചിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവാനാണ് നോക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ചേച്ചി ഇങ്ങനെ ചെയ്തിട്ട് അതെല്ലാം തന്നെ ഒന്ന് മറക്കാൻ ശ്രമിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും പറയാനില്ലാതെ രാധിക എന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ഏതായാലും പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. ഏതായാലും ആ അതിഥി ആരാണെന്ന് നമുക്ക് വരും എപ്പിസോഡ്സിൽ കാത്തിരുന്ന് തന്നെ കാണാം. വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.